ഹലോ ഫ്രണ്ട്സ്, അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു തട്ടിക്കൂട്ട് കറിയാണ് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 4 സ്പൂൺ തൈര് എടുക്കുക. തൈര് പുളിയുള്ളതാണെങ്കിലും പുളിയില്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർക്കുക. അതുപോലെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് ചേർക്കുക. ഒരു പച്ചമുളക് അരിഞ്ഞത്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വളരെ ടേസ്റ്റായിട്ടുള്ള കറിയാണ് കേട്ടോ. ഇത് ചപ്പാത്തിക്കും ചോറിനും അതുപോലെ കപ്പ പുഴുങ്ങിയതിനും ഒക്കെ വളരെ ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം, നിമിഷ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കുക. ചീനച്ചട്ടിയോ നോൺ സ്റ്റിക്ക് പാനോ എന്ത് വേണേലും ഉപയോഗിക്കാം. ഒരു ഗ്യാസ് കത്തിച്ചിട്ട് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകിടുക. കടുക് ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്, നമ്മൾ വറ്റൽമുളക് മിക്സിയിലിട്ട് പൊടിച്ചതാണ്, 1 സ്പൂൺ ചേർക്കുക. ഗ്യാസ് കുറച്ച് വെച്ചിട്ട്, ഞാൻ ഗ്യാസ് കുറച്ച് വെച്ചപ്പോൾ ഗ്യാസ് ഓഫായിപ്പോയി. അപ്പോൾ ഞാൻ ഒന്നുകൂടി കത്തിക്കുകയാണ്. ഗ്യാസ് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ചില്ലി ഫ്ലെക്സ് ഇടുക. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുവോളം ഒന്ന് ഇളക്കുക. അതിനുശേഷം ഒരു പകുതി സവോള അരിഞ്ഞത് ചേർക്കുക. സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ജസ്റ്റ് അതിൻ്റെ പച്ചമണം ഒക്കെ മാറുവോളം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക. തീ കൂട്ടി വെച്ച് വഴറ്റുക. കണ്ടോ, വളരെ ടേസ്റ്റായിട്ടുള്ള കറിയാണ് കേട്ടോ ഇത്. അതിനുശേഷം ഒരു പകുതി തക്കാളി അരിഞ്ഞത് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഒത്തിരി അങ്ങ് വഴറ്റണ്ട, ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വളരെ ടേസ്റ്റായിട്ടുള്ള കറിയാണ്. നമുക്ക് ചപ്പാത്തിക്കും കപ്പ പുഴുങ്ങിയതിനും അതുപോലെ ചോറിനും ഒക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു, പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അതിന് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്യുക. കറി എന്തുണ്ടാക്കണം എന്ന് ചിന്തിച്ചിരിക്കുന്ന നേരത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, നിമിഷ നേരം കൊണ്ടുണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറിക്ക്. എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇപ്പം അതിനുശേഷം ഒരു പിടി മല്ലിയില, ഇനി മല്ലിയില ഇല്ല എങ്കിൽ ഒരു പിടി വേപ്പില അരിഞ്ഞത് ചേർക്കുക. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പണി കഴിഞ്ഞു. നമ്മളുടെ ഇത്രയേ ഉള്ളൂ അതിൻ്റെ പണി. പെട്ടെന്നായില്ലേ, നിമിഷ നേരം കൊണ്ട് കറിയായില്ലേ. ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തൈരിലേക്ക്, നേരത്തെ മാറ്റി വെച്ച ആ തൈരിലേക്ക് നമ്മൾ ഈ വഴറ്റിയതെല്ലാം കൂടി ചേർക്കുക. കണ്ടോ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടി നന്നായിട്ട്, നല്ല മണമായി ആ മല്ലിയിലയുടെയും എല്ലാത്തിൻ്റെയും നല്ല മണമാണ്. ആ മണം കേട്ടാൽ തന്നെ നമുക്ക് കൊതി വരും. അതുപോലെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കിയാൽ നിങ്ങൾ എപ്പോഴും ഇത് ഉണ്ടാക്കും. തീർച്ചയാണ്, അത്രയ്ക്ക് ടേസ്റ്റാണ്. നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കുവാൻ സാധിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു.